സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടു ബി അല്ലെങ്കിൽ ബിയെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും വെർബുകൾ പറയുമ്പോൾ അതിന് മുമ്പ് ഒരു ടു ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് ടു ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ബി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ആദ്യമായിട്ട് ഈ വെർബ് എന്തൊക്കെയാണ്, പല തരത്തിലുള്ള വെർബുകളുണ്ട്. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുകയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വ്യക്തത നമുക്ക് ലഭിക്കത്തുള്ളൂ. നമുക്ക് നോക്കാം. അതുമായിട്ട് നമ്മൾ വെർബ് കൊണ്ട് പല രീതിയിലുള്ള വെർബുകളുണ്ട് അല്ലേ. ഒന്നെന്ന് പറഞ്ഞാൽ ഇറഗുലർ വെർബുണ്ട്, അതല്ലെങ്കിൽ സാധാരണ ഒരു വെർബ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന വെർബ് അതിന് ഇ ഡി ചേർത്താൽ V2 V3 നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് പാഠം 11 നമ്മൾ പഠിച്ചതാണ്. അതെന്താണ്? വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. അതായത് ഈ വർക്ക് എന്നുള്ളതിൻ്റെ V2 V3 ഒന്ന് തന്നെയാണ്, ഇ ഡി ചേർത്താൽ മാത്രം മതി. പക്ഷേ ഇറഗുലർ വെർബിൻ്റേത് V2 V3 വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. അവിടെ ഈറ്റ് എന്നുള്ളതിൻ്റെ V2 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. V3 എന്ന് പറയുന്നത് ഈറ്റൻ ആണെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ ഇതാണ് ഇറഗുലർ വെർബ്. ഇതുപോലെ തന്നെയുള്ള ഒരു വെർബാണ് ഏത്? ഈ ബി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന് മുമ്പ് ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചത്, നമ്മൾ പാഠം 12 നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നു. ഈസ്, ആം, ആർ എന്നുള്ളത് ഒരു വെർബായിട്ട് ഉപയോഗിക്കും അല്ലേ. ഈസ്, ആം, ആർ എന്നുള്ളത് ഒരു V1 ആണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പാഠം 12 നമ്മൾ പഠിച്ചാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈസിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ആമിൻ്റെ അല്ലെങ്കിൽ ആറിൻ്റെ അർത്ഥം എന്താണ്? ആണ് എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു ടീച്ചർ ആണ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ആം എന്തായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഒരു വെർബായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുമ്പേ കണ്ട ആ വെർബുണ്ടല്ലോ, ഈറ്റ്, എയ്റ്റ്, ഈറ്റ് എന്നുള്ളത്. ഐ ഈറ്റ് ഇഡ്ലി എവ്രി ഡേ. ഓക്കെ, അല്ലെങ്കിൽ ഐ ഈറ്റ് ദോശ എവ്രി ഡേ. ഫോർ എക്സാമ്പിൾ എനിത്തിങ് നമുക്ക്. അപ്പോഴെന്താണ്? ഞാൻ എല്ലാ ദിവസവും ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീ ആണെങ്കിലോ ഹീ ഈറ്റ്സ് വരും അല്ലേ, നമ്മൾ കണ്ടതാണ്. അതുപോലെ അപ്പോൾ അവിടെ വെർബ് എന്നാണ് വന്ന് ഈറ്റ് എന്നാണ് വന്നത് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ ഐ ആം എ ടീച്ചർ എന്നുള്ളതിൻ്റെ ആം എന്നുള്ളത് എന്താണ്? ഒരു വെർബാണ് എന്ന് നമ്മൾ കണ്ടതാണ് പാഠം 12. ഇനി അതിൻ്റെ V2 എന്താണ്? V2 വാസ് അല്ലെങ്കിൽ വേർ ആണ്. വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ, ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഉദാഹരണം, ഐ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു ടീച്ചർ ആയിരുന്നു, പക്ഷേ ഇപ്പോഴ ടീച്ചറല്ല, ഇപ്പം ഞാൻ ജയിലറാണ്, ഉദാഹരണം പറയുകയാണെങ്കിൽ. അതാണ് അതിൻ്റെ അർത്ഥം. V3 എന്താണ്? ഈ സാമാറിൻ്റെ V3 എന്ന് പറയുന്നത് ബീനാണ്. ബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരുന്നു എന്നുള്ള അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, V2 V3 ഒരേ അർത്ഥമാണ് വരുന്നത്. നമ്മളത് നേരത്തെ കണ്ടതാണ് അല്ലേ, പാഠം 12 കണ്ടതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ടെൻസിലുള്ള വ്യത്യാസമാണ് വരുന്നത് അല്ലേ. എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ V3 ആണ് ഉപയോഗിക്കുന്നത്, നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പാസീവ് വോയിസിലും നമ്മൾ V3 ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ V3 പല ഉദ്ദേശങ്ങളാണ്, പല സ്ഥലങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ V2ൻ്റെ V3 അർത്ഥം ഒന്നാണെന്നൊക്കെ നമ്മൾ പാഠം 12 ഒരുപാട് കണ്ടതാണ്. ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഐ ഹാവ് ബീൻ എ ടീച്ചർ എന്ന് എന്താണ്? ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത് അല്ലേ. ഹി ഹാസ് ബീൻ എ ടീച്ചർ, അവനൊരു ടീച്ചറായിരുന്നു. ഓക്കെ, ഇനിയിപ്പോഴേ ഈ വേറൊരു അർത്ഥങ്ങളുണ്ട്. ബീൻ എന്താണ്? പോയിട്ടുണ്ടോ എന്നുള്ളൊരു അർത്ഥങ്ങളുണ്ട് അല്ലേ. ഐ ഹാവ് ബീൻ ടു മുംബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. ഐ ഹാവ് ബീൻ ടു മുംബൈ 5 times എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 5 തവണ ബോംബെയിൽ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം, നമ്മൾ എത്രയാണ്? ഈ V1 V2 V3 മാത്രമാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ വെർബിൻ്റെ, ഈ സാമാറിൻ വെർബിൻ്റെ V0 എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഉണ്ട്. അതാണ് ബി. ശ്രദ്ധിക്കുക, അതാണ് ബി. അപ്പോഴേ അതിൻ്റെ V1 ഈ സാമാറാണ്. അതിൻ്റെ V2 വാസ് അല്ലെങ്കിൽ വേറാണ്. V3 ബീനാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത്? ഫ്യൂച്ചറിൽ വിൽ ബി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വിൽ പ്ലസ്
V0 ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പേ കണ്ട മറ്റ് വെർബ് അതിൻ്റെ V0യും V1ഉം ഒന്നാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ V1 V2 V3 ആണ് പഠിച്ചത്. നമ്മൾ കൺസെപ്റ്റിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷേ നമ്മൾ എന്താണ് V0 എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്തു. എല്ലാ വെർബിൻ്റെയും V0യും V1ഉം ഒന്നാണ്, എക്സെപ്റ്റ് ഏതിൻ്റെ മാത്രം ഈസാമാറിൻ്റെ V0 എന്ന് പറയുന്നത് B ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്കിൻ്റെ V1ഉം V0യും ഒന്നാണ് അല്ലേ. വർക്ക് V2 വർക്ക്ഡ് ആൻഡ് V3 വർക്ക്ഡ്. അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? വിൽ പ്ലസ് V0 അല്ലെങ്കിൽ വിൽ പ്ലസ് V1. V1ഉം V0 ഒന്നായതുകൊണ്ട് വിൽ വർക്ക് അല്ലേ. ഐ വിൽ വർക്ക് ടുമോറോ എന്ന് പറയുന്നതാണ് ഞാൻ നാളെ വർക്ക് ചെയ്യുന്നല്ലേ. അതുപോലെ തന്നെ ഈറ്റിൻ്റെ V1 ഏതാണ്? ഈറ്റിൻ്റെ V0യും V1ഉം ഈറ്റ് തന്നെയാണ്. അതിൻ്റെ V2 8 ആണ്, V3 ഈറ്റനാണ്. അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? വിൽ ഈറ്റ് അല്ലേ. വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് V1ഉം V2ഉം V3 നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കാതിരുന്നൊരു കൺസെപ്റ്റാണ്, കുറച്ച് വ്യത്യാസമുള്ളത് കൊണ്ടും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അന്നേരം V0യെ പറ്റി പറയാതിരുന്നത്. പക്ഷേ എല്ലാ വെർബിൻ്റെയും V0 എന്താണ്? V1 തന്നെയാണ്, എക്സെപ്റ്റ് എൻ്റെ ഈസാമാറിൻ്റെ ഒഴികെ എന്നാണ്. അപ്പോഴേ നമ്മൾ കണ്ട ആ ഒരു കാര്യം തന്നെ എന്താണ്? ആ പോലീസ്മാൻ്റെ കാര്യം തന്നെ നമ്മൾ വീണ്ടും പറയണേ. ഈസ് എ പോലീസ്മാൻ, ഹി വാസ് എ പോലീസ്മാൻ, അവൻ്റെ പോലീസ്മാൻ ആയിരുന്നു. ഹി ഹാസ് ബീൻ എ പോലീസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു എന്നുള്ള സെയിമാണ് അല്ലേ. ഹി വിൽ ബി എ പോലീസ്മാൻ നെക്സ്റ്റ് ഇയർ. ഓക്കെ, എന്താണ്? അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പരിശീലിക്കുന്നുണ്ട്, അത് കായിക അധ്വാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോഴെന്താണ്? ഹി വിൽ ബി എ പോലീസ്മാൻ നെക്സ്റ്റ് ഇയർ. ഓക്കെ, അവിടെ നമ്മൾ എന്താണ്? വിൽ ബി എന്നുള്ളത് ഫ്യൂച്ചറിലെ കേസാണ് അല്ലേ. അവിടെ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക, അദ്ദേഹം അടുത്ത വർഷം ഒരു പോലീസുകാരനാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലേ, അവൻ പോലീസുകാരനാണോ? ഈസ് എ പോലീസ്മാൻ? അവൻ്റെ പോലീസുകാരനാണോ? യെസ് ഹി ഈസ്. ഓക്കെ, നമ്മൾ അപ്പം പഠിച്ചല്ലേ. നോ ഹി ഈസൻറ്റ്. ഓക്കെ, അദ്ദേഹം ഒരു പോലീസുകാരനല്ല. അപ്പോൾ ചിലർ നമ്മൾ കണ്ടാൽ തോന്നുന്നില്ലേ അല്ലേ. ദേ ആർ സ്റ്റുഡൻസ്. ഓക്കെ, അവരെന്താണ്? അവർ സ്റ്റുഡൻസ് ആണ്. ആർ ദേ സ്റ്റുഡൻസ്? അവർ സ്റ്റുഡൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഹി ഈസ് വാച്ചിങ് TV. ഓക്കെ, എന്താണ്? അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഈസിന് യാതൊരു അർത്ഥവും ഇല്ല. നമ്മൾ കണ്ടതാണല്ലേ. അപ്പോഴും നമ്മൾ ഈ കണ്ട വെർബ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലൊക്കെ ഇതിന് അർത്ഥം വരുന്നുള്ളൂ. അല്ലാതുള്ള സ്ഥലങ്ങളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് വെറും ഒരു ഹെൽപ്പിംഗ് വെർബായിരുന്നു, അതിനല്ല അവിടെ അർത്ഥം. ഇവിടെ ഈസ് വാച്ചിങ് TV എന്നുള്ളത് പിന്നെ അവിടെ ആ ഈസിന് വല്ല അർത്ഥമുണ്ടോ? ഒരു അർത്ഥവും ഇല്ല. അവിടെ ആ വാച്ചാണ് അവിടെ വെർബായിട്ട് വന്നിരിക്കുന്നത്, ഈസ് വാച്ചിങ് TV. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ കൺഫ്യൂഷൻ ആകരുത്. അത് നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു വന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഹീ ഈസ് ആംഗ്രി വിത്ത് മീ. അവിടെ എന്താണ്? ശ്രദ്ധിക്കുക, അവൻ എന്നോട് ദേഷ്യത്തിലിരിക്കുകയാണ്. ഹീസ് ആംഗ്രി വിത്ത് മീ ആണ് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അവിടെ വെർബ് ഈസ് ആണ് അല്ലേ. ഹീസ് ആംഗ്രി വിത്ത് മീ, അവൻ എന്നോട് ദേഷ്യത്തിലിരിക്കുകയാണ്. ആർ യു ആംഗ്രി വിത്ത് മീ? ഓക്കെ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് യു വന്നതുകൊണ്ടാണ് ആർ ചോദിച്ചല്ലേ. ആർ യു ആംഗ്രി വിത്ത് മീ? ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് പിണക്കത്തിലാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദേഷ്യത്തിലാണോ എന്നുള്ളതാണ്. ഹി വാസ് എ പോലീസ്മാൻ അല്ലേ. വാസ് എ പോലീസ്മാൻ? യെസ് ഹി വാസ്. ഓക്കെ, നോ ഹി വാസൻറ്റ്. ഓക്കെ, അവൻ ഒരു പോലീസുകാരനല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ വേർ അറ്റ് മൈ ഓഫീസ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, അവരെൻ്റെ ഓഫീസിൽ വന്നായിരുന്നു എന്നാണ്. അപ്പോൾ ദേ വേർ അല്ലേ, അവിടെ ആയിരുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. അവർ വന്നായിരുന്നു എന്നാണ്. ദേ വേർ അറ്റ് മൈ ഓഫീസ് ലാസ്റ്റ് വീക്ക് എന്നാണ്. അവിടെ ശ്രദ്ധിക്കുക, അവിടെ വേറാണ് വന്നിരിക്കുന്നത്. അതൊരു വെർബാണ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഹാസ് ഹി ബീൻ എ പോലീസ്മാൻ? ഓക്കെ, എന്താണ്? അദ്ദേഹം ഒരു പോലീസ്മാൻ ആയിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ആണ് അല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഹി ഹാസ് ബീൻ എ പോലീസ്മാൻ അല്ലേ. അവിടെ ചോദിക്കുന്നത് എന്താണ്? അദ്ദേഹം ഒരു പോലീസ്മാൻ ആയിരുന്നോ എന്നാണ്. ഹാസ് ഹി ബീൻ എ പോലീസ്മാൻ? ഓക്കെ, യെസ് ഹി ഹാസ്. നോ ഹി ഹാസൻറ്റ്. ഓക്കെ, അദ്ദേഹം അല്ലായിരുന്നു എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ.
ഹി വിൽ ബി എ പോലീസ്മാൻ നെക്സ്റ്റ് ഇയർ. അദ്ദേഹം ഒരു പോലീസ്മാൻ ആകും അടുത്ത വർഷം. വിൽ ഹി എ പോലീസ്മാൻ നെക്സ്റ്റ് ഇയർ? യെസ് ഹി വിൽ, അല്ലെങ്കിൽ നോ ഹി വിൽ നോട്ട്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ സംസാര ഭാഷയിൽ ഹി വോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നിങ്ങൾക്ക് ഒരു സംശയം മാറാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി മറ്റ് ചില ഭാഗങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കും, അത് നമുക്ക് കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, ഹി വിൽ ബി ഇൻ കൊച്ചി ടുമോറോ. ഓക്കെ, അദ്ദേഹം കൊച്ചിയിലെത്തുമെന്നാണ്. ഹി വിൽ ബി. ഓക്കെ, ശ്രദ്ധിക്കുക, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലേ. ഹി വിൽ ബി ദെയർ ഇൻ 1 hour. ഓക്കെ, അദ്ദേഹം അവിടെ എത്തും 1 മണിക്കൂറിനുള്ളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ, അപ്പോൾ നമ്മൾ ഈ സാമാറ് പിന്നെ അവിടെ അർത്ഥം ഇല്ലാത്ത ചില ഭാഗങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈസിന് യാതൊരു അർത്ഥവുമില്ല. അതൊരു വെർബായിട്ടല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതൊരു ഹെൽപ്പിംഗ് വെർബാണ്, അതിന് യാതൊരു അർത്ഥവുമില്ല. ഹി വാസ് വാച്ചിങ് മൂവി. ഓക്കെ, അദ്ദേഹം മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് എന്ത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ അകത്തും ഹി വിൽ ബി വർക്കിംഗ് അറ്റ് 10 PM ടുമോറോ. ഓക്കെ, എന്താണ്, നാളെ 10 മണിക്ക് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ ഉള്ളൊരു കാര്യം ഫ്യൂച്ചറിൽ അന്നേരം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഇവിടെ ഈ ബിക്ക് യാതൊരു അർത്ഥവുമില്ല, വെർബായിട്ട് ഉപയോഗിക്കും മാത്രമേ അർത്ഥമുള്ളൂ. ഇതിൻ്റെ അകത്ത് വെർബായിട്ടല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അർത്ഥം ഇതിനില്ല. സെയിമാണ്, ഐ വിൽ ബി ലൈങ് ഓൺ ബീച്ച് നെക്സ്റ്റ് വീക്കെൻഡ്. ഓക്കെ, അപ്പോഴെന്താണ്, ഞാൻ എന്തോ ഒരു ടൂർ പോവുകയാണ് അല്ലേ, എപ്പോഴും ഞാൻ ബീച്ചിൽ കിടക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, വിൽ യു ബി വർക്കിംഗ് അറ്റ് 10 PM ടുമോറോ. ഓക്കെ, നിങ്ങൾ നാളെ 10 മണിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചോദ്യമായിട്ടാണ് അല്ലേ. അല്ലെങ്കിൽ ഐ വോണ്ട് ബി വാച്ചിങ് TV at 8 PM tonight. ഓക്കെ, ഞാൻ 8 മണിക്ക് TV കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ ശ്രദ്ധിക്കുക അല്ലേ. പിന്നെ ഇവിടെ 8 മണിക്ക് പലരും ഇപ്പോൾ കാണുന്ന പല പല പരിപാടികളുണ്ടല്ലേ, ബിഗ് ബോസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വെറും ടൈം പാസ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്തിരുന്ന് ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, വി വോണ്ട് ബി ഹാവിങ് ഡിന്നർ വെൻ ദ മൂവി സ്റ്റാർട്ട്സ്. ഓക്കെ, എന്താണ്, മൂവി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, ഹാവ് നമ്മൾ പഠിച്ചാണല്ലേ, ഹാവിങ് എന്നുള്ളതിന് കഴിക്കുക എന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. ടേക്ക് യുവർ അംബ്രല്ല, ഇറ്റ് വിൽ ബി റെയിനിങ് വെൻ യു റിട്ടേൺ. ഓക്കെ, എന്താണ്, നിൻ്റെ കുട എടുത്തോ, നീ വരുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോഴെന്താണ്, ഫ്യൂച്ചറിൽ ഉള്ള ഒരു കാര്യമാണ്. അവിടെ ആ ബീന് ഒരു അർത്ഥവുമില്ല, ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു ശ്രദ്ധിച്ചു നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആക്റ്റീവ് വോയിസ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യു നീഡ്സ് ടു ഡു ഇറ്റ്. ഓക്കെ, നീ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഹി ഹാസ് ടു കംപ്ലീറ്റ് ദ വർക്ക് സൂൺ. ഓക്കെ, അദ്ദേഹം വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹി മസ്റ്റ് കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ഹി ഹാസ് ടു എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് തന്നെയാണ് മസ്റ്റിൻ്റെ അർത്ഥം എന്നാണ് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പാഠം 133 പാഠം 187 നമ്മൾ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പഠിച്ചതാണ് അല്ലേ. ആക്റ്റീവ് വോയിസ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പാസീവ് വോയിസിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ 2 ചാപ്റ്റേഴ്സ് 133 187 പഠിച്ചതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. അപ്പോൾ ഇവിടെ പാസീവ് വോയിസിൽ പറയാണ് ദ വർക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് സൂൺ. ഓക്കെ, എന്താണ്, ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഹി ഹാസ് ടു കംപ്ലീറ്റ് ദ വർക്ക് സൂൺ. ഓക്കെ, അവിടെ എന്താണ്, അല്ലെങ്കിൽ ഹി മസ്റ്റ് കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ഹി മസ്റ്റ് കംപ്ലീറ്റ് ദ വർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ എന്താണ്, ദ വർക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെന്നുള്ള വർക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് സൂൺ. അവിടെ ശ്രദ്ധിക്കുക, അതെന്ത് വോയിസ് ആണ്, പാസീവ് വോയിസ് ആണ്. പഴയ മസ്റ്റിൻ്റെ കൂടെയുള്ള പാസീവ് വോയിസിൻ്റെ അകത്ത് മസ്റ്റ് ബി പ്ലസ് V3 ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ പാസീവ് വോയിസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകത്തില്ല. അപ്പോൾ 133 187 വിശദമായിട്ട് കാണുക, എങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പാസീവ് വോയിസ് നമുക്ക് ഒത്തിരി ഉപയോഗമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ദ വർക്ക് ഹാസ് ടു ബി കംപ്ലീറ്റഡ് സൂൺ. ഓക്കെ, എന്താണ്, തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെയിം ആണ് മസ്റ്റും
ഹാസ് ടു ബീം സെയിം ആണ്, മസ്റ്റ് ബീം ഹാസ് ടു ബീം അല്ലേ. ദിസ് കാൺ ബി യൂസ് ഫോർ മെഷറിങ് ഹൈറ്റ്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വേ ചെയ്യാനുള്ളൊരു മെഷീൻ തന്നിട്ട് നമ്മൾ പറയാണ്, അപ്പോഴേ ഉദാഹരണം ഒരാൾ ചോദിക്കുകയാണ് ഇത് വെച്ച് നമുക്ക് പൊക്കം കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോഴേ നമ്മുടെ കൊടുത്തയാൾ പറയുകയാണ് അയ്യോ ഇത് പൊക്കത്തിനുള്ളതല്ല, ഇത് ഇത് വെയിറ്റിനുള്ളതാണ്, ഇത് പൊക്കത്തിനുള്ളതല്ല, പൊക്കം നോക്കാനുള്ളതല്ല. ദിസ് കാൺ ബി യൂസ് ഫോർ മെഷറിങ് വെയിറ്റ്. ഓക്കെ, എന്താണ് ഇത് അവിടെ ക്യാൻ്റെ കനോട്ടിൻ്റെ പാസീവ് വോയിസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദിസ് കനോട്ട് ബി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നാണ് എന്താണ് നീഡ്സ് ടു ബി ഡൺ സൂൺ. ഇറ്റ് നീഡ്സ് ടു ബി ഡൺ, ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് നീഡ്സ് ടു ബി ഡൺ സൂൺ. ശ്രദ്ധിക്കുക. ഓക്കെ, യു നീഡ് ടു ഡു ഇറ്റ് എന്നുള്ളതിൻ്റെയാണ് യു നീഡ് ടു ഡു ഇറ്റ് സൂൺ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ആണ് എന്ത്, ഇറ്റ് നീഡ്സ് ടു ബി ഡൺ സൂൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വാട്ട് നീഡ്സ് ടു ബി ഡൺ. ഓക്കെ, എന്താണ് ചെയ്തു തീർക്കേണ്ടതെന്നാണ് അല്ലേ. എപ്പോഴന്നേരം നമുക്ക് ആ പ്രവൃത്തി പറഞ്ഞു തരും അല്ലേ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ആരാണ് ആ പ്രവൃത്തി തീർക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നില്ല അല്ലേ. ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് ഇവിടെ ഇല്ല അല്ലേ. അതുകൊണ്ടാണ് പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ടുമോറോ. ഓക്കെ, എന്താണ് നാളെ വർക്ക് കംപ്ലീറ്റ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ കംപ്ലീറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടില്ലേ. ദിസ് ഡോക്യുമെൻറ്റ് വിൽ ബി ചെക്ക്ഡ് ബൈ ദ മാനേജർ. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നുണ്ട് ഡോക്യുമെൻറ്റിനാണ് പ്രാധാന്യം. ദിസ് ഡോക്യുമെൻറ്റ് വിൽ ബി ചെക്ക്ഡ്, ഈ ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. ആരാണെന്നുള്ളതല്ല, പക്ഷേ അവിടെ പറഞ്ഞിട്ട് എന്താണ് ബൈ ദ മാനേജർ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥമുള്ള ആക്റ്റീവ് വോയിസ് എന്തായിരുന്നു, ദ മാനേജർ വിൽ ചെക്ക് ദിസ് ഡോക്യുമെൻ്റ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആക്റ്റീവ് വോയിസ്. പക്ഷേ അവിടെ പ്രധാനം എന്താണ്, ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇനി നമ്മൾ പറയാറില്ലേ എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് പറയാറില്ലേ. അരുൺ ഷുഡ് ബി ഹിയർ ബൈ 4 PM. അവിടെ നമ്മൾ ബി ഉപയോഗിക്കാറുണ്ട്, ഷുഡ് ബി. ഓക്കെ, ഷുഡ് ബി എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദേർ ഷുഡ് ബി എ വെരി ബിഗ് ക്രൗഡ് അറ്റ് ദ ഇനോഗ്രേഷൻ. സിറാജ് ഹാസ് സോ മെനി ഫാൻസ്. ഓക്കെ, സിറാജ് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഒരു സിനിമാ നടനാണ്. അപ്പോൾ അദ്ദേഹം വരുവാണ്. അപ്പോൾ ഞാൻ പറയാണ് ദർ ഷുഡ് ബി എ വെരി ബിഗ് ക്രൗഡ്. ഓക്കെ, എന്താണ് അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താണ്, സിറാജിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദർ ഷുഡ്ന്റ് ബി മെനി പീപ്പിൾ അറ്റ് ദ ബീച്ച് ടുഡേ. ഓക്കെ, എന്താണ് ഒരുപാട് ആൾക്കാരുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് അല്ലേ. ഷുഡൻറ്റ് ബി ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് എന്തെങ്കിലും കാരണമായി, ചിലപ്പോൾ ഹോളിഡേ ആയിരിക്കും അല്ലെങ്കിൽ ഹോളിഡേ അല്ലായിരിക്കും അല്ലേ. അതാണ് വേണ്ടത് എന്ന് നമ്മൾ പറയാറില്ലേ. there should be more public hospitals. ഓക്കെ, കൂടുതൽ ആശുപത്രികൾ വേണം, അതാണ് നല്ലത്, അതാണ് വേണ്ടത് അല്ലേ. there should be അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന there should be 4 more candles on the cake. ഓക്കെ, കേക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത് 4 കൂടെ വേണം എന്ന് നമ്മൾ പറയാറില്ലേ. അവിടെയാണ് നമ്മൾ എന്താണ് there should be ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്ന് ആയിരിക്കാമെന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് മേ ബി, മൈറ്റ് ബി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ ബി ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഹി മേ ബി യങ് ബട്ട് ഹീ ഈസ് വൈസ്. ഓക്കെ, അവന് ചെറുപ്പമായിരിക്കും എന്നാൽ അവൻ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ജ്ഞാനിയാണ് എന്നാണ് പറയുന്നത്. ഹി മേ ബി യങ് ബട്ട് ഹീ ഈസ് വൈസ്. ഓക്കെ, അവിടെയാണ് മേ ബി. ഈ മേ ബി വെയിറ്റിംഗ് ഫോർ അസ്, അവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കാം. ദേ മേ ബി സ്റ്റക്ക് അറ്റ് ദി ട്രാഫിക്. ഓക്കെ, എന്താണ് അവർ 4 മണിക്ക് വരാമെന്ന് പറഞ്ഞല്ലേ, പക്ഷേ എന്നാലും വന്നില്ല. അപ്പോഴെന്ന് പറയാണ് ദേ മേ ബി സ്റ്റക്ക് അറ്റ് ദ ട്രാഫിക്, കാരണം അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്, അങ്ങനെ ആയിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതാണ്. അപ്പോഴേ നമ്മൾ ടു ബി ആണ് നമ്മൾ പഠിച്ചപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.